63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും 449 പോയിന്റോടെ ആധിപത്യം തുടർന്ന കണ്ണൂർ. തൃശൂരും കോഴിക്കോടും തൊട്ടു പിന്നാലെ ഒപ്പത്തിനൊപ്പമുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വേദിയൊന്നിൽ നിന്നും മാനസയും ഒപ്പം അർച്ചനയും ചേരുകയാണ്. മനസ്സ, അർച്ചന, ഈ പറഞ്ഞ പോലെ തന്നെ ആധിപത്യം തുടരുകയാണ് കണ്ണൂർ. വരും ദിവസങ്ങളിൽ കപ്പ് ആരടിക്കും എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത്. എന്താണ് കലോത്സവ നഗരിയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? അതിനാ തീർച്ചയായും ഈ മൂന്നാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്വർണ്ണക്കപ്പിനുള്ള പോരാട്ടം ഇഞ്ചോടിഞ്ചായി മുറുകുകയാണ്. ഇന്നിനി നിരവധിയായ മത്സരങ്ങളുണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രധാന വേദിയായ MT നിളയിൽ മത്സരങ്ങൾ ആരംഭിക്കും. അങ്ങനെ എന്തായാലും സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം ഇഞ്ചോടിഞ്ചായി മുറുകുകയാണ്. പ്രധാനമായും കണ്ണൂരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായെല്ലാം മുന്നിലുള്ളത്. ഇനി അത് മാറുമോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും പോയിന്റ് പട്ടിക അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമാണുള്ളത് അല്ലേ? ഇപ്പം നിലവിൽ എങ്ങനെയാണ്? തീർച്ചയായും അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ആ ഒരു നില തുടരുകയാണ്. അതായത് 449 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ, തൊട്ടു പിന്നാലെ ഒരു പോയിന്റ് കുറവിൽ തൃശ്ശൂർ പിറകെയുണ്ട്. അതിൻ്റെ ഒരു 2 പോയിന്റ് പിന്നാലെ, അതായത് 446 പോയിന്റുമായി കോഴിക്കോടും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ 4ഉം 5ഉം സ്ഥാനങ്ങളാണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം പാലക്കാട്, മലപ്പുറം, എറണാകുളം, ആലപ്പുഴ ഈ 4 ജില്ലകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1ഉം 2ഉം 3ഉം സ്ഥാനം ഒരു ദിവസം, കഴിഞ്ഞ ദിവസം ചെറിയൊരു സമയങ്ങളിൽ തൃശ്ശൂർ മുന്നേറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിനെ താഴ്ത്തി വീണ്ടും കണ്ണൂർ കുതിച്ച് ഉയരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. മാത്രം വ്യത്യാസമാണല്ലേ? ചിലപ്പോൾ ഈ ഇത് മാറി മറിയാനുള്ള ഒരു സാധ്യത കൂടെ ഇല്ല? തീർച്ചയായും ഈ 3 ജില്ലകളും ഒരേ പോയിന്റോടെ മുന്നേറുന്ന ഒരു സാഹചര്യം ആദ്യ ദിനം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഒറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഈ 3 ജില്ലകളും ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നത്. ഏതായാലും വാശിയേറെ മത്സരം തന്നെയാണ്. സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. ഏതായാലും കണ്ണൂർ ഇപ്പോൾ ആധിപത്യം തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. 3 ദിവസം ഇനിയുമുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഏത് ജില്ല വേണമെങ്കിലും മുന്നോട്ട് കയറാനുള്ള ഒരു സ്ഥിതി തന്നെയാണ്. ഏതായാലും ഇനി ഒരുപാട് മത്സരങ്ങളുണ്ടല്ലേ? പ്രധാന വേദിയായ MT നിളയിൽ ഇനി കുച്ചിപ്പിടിയാണ് അരങ്ങേറാൻ പോകുന്നത്. അത്തരത്തിൽ നിരവധിയായ ഒപ്പന, ചവിട്ടുനാടകം തുടങ്ങി വിവിധ മിമിക്രി അടക്കമുള്ള മത്സരങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് നില മാറി മറിയുന്ന കാര്യത്തിൽ സംശയമില്ലല്ലേ മനസ്സാ? മറ്റൊന്ന് ഇന്നത്തെ പ്രധാന പ്രത്യേകത കലോത്സവത്തിന്റെ പ്രധാന പ്രത്യേകത തന്നെയാണ് ഈ തദ്ദേശീയ കലാരൂപങ്ങൾ. നിശാഗന്ധി, അതായത് വേദി 15-ൽ കബരി നദിയിൽ ഈ തദ്ദേശീയ ഇനങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് മലപ്പുലയും ആട്ടമാണ്. നമുക്കത് കവർ ചെയ്യേണ്ട ആവശ്യം കൂടെ ഉണ്ടല്ലേ? തീർച്ചയായും ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. 9:30-ക്കാണ് മത്സരം തുടങ്ങുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർണ്ണാഭമായ എല്ലാ കലാരൂപങ്ങളും അടങ്ങുന്ന ഇത്തവണത്തെ കലോത്സവം ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് രാവിലെ ആയതേ ഉള്ളൂ, ആളുകൾ എത്തിച്ചേരുന്നതേ ഉള്ളൂ, കുട്ടികളുടെ മത്സരങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കുച്ചിപ്പുടി മത്സരമാണ് ഈ പ്രധാന വേദിയായ MT നിളയിൽ ആരംഭിക്കാനുള്ളത്. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ ഉള്ളത്. ഏതായാലും വരും മണിക്കൂറുകളിൽ മറ്റ് അപ്ഡേഷനുകളുമായി നമുക്ക് പോകാം അല്ലേ? തീർച്ചയായും എല്ലാ വേദികളിലും നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി അനന്തപുരി എന്തായാലും നെഞ്ചേരി കഴിഞ്ഞു. ഇനി ഉള്ള മത്സരങ്ങളാണ് ഇനി പ്രധാനപ്പെട്ടത്. ഇനി ആര് കപ്പടിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ആതിര, അർച്ചന, മനസ്സ്, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വേദി ഒന്നിൽ നടക്കാൻ പോകുന്നത് കുച്ചിപ്പുടി മത്സരമാണല്ലേ? ഒരു വലിയൊരു ഫേവറേറ്റ് ഐറ്റം ആണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തൊട്ട് വലിയൊരു ഈ കലാപ്രേമികളുടെ, കലാ ആസ്വാദകരുടെ വലിയൊരു ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്ഥിതി എങ്ങനെയുണ്ട്? തീർച്ചയായും ഇനി വരാൻ പോകുന്നതൊക്കെ ഗ്ലാമർ ഇനങ്ങളാണ്, നമ്മൾ കാത്തിരിക്കുന്ന ഇനങ്ങളാണ് അല്ലേ മനസ്സാ? തീർച്ചയായും ഗ്ലാമർ ഇനങ്ങൾ കാണാൻ തന്നെ ആളുകളും കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ കുച്ചിപ്പുടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരത്തിൻ്റെ സമയമാവുന്നതേ ഉള്ളൂ. 9:30 കൂടിയാണ് ഇത്തരത്തിൽ മത്സരങ്ങൾ അരങ്ങേറുന്നത്. അതുകൊണ്ട് ആദ്യ ഈ സമയങ്ങളിൽ ആളുകളുടെ കുറവ് ഉണ്ടാവുമെങ്കിൽ കൂടിയും വരും മണിക്കൂറുകളിൽ ഒരു ഒഴുക്ക് തന്നെയാണ് എല്ലാ വേദികളിലും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിരുന്നു. നല്ല തിരക്കായിരുന്നല്ലേ? നമ്മുടെ ഈ ഗ്രൗണ്ട് മൊത്തം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. തീർച്ചയായും ഈ ഒരു വൈകുന്നേര സമയങ്ങൾ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞതിനു ശേഷമുള്ള സമയങ്ങളിലൊക്കെയും ആളുകൾ കാണാനും ആസ്വദിക്കാനും നിരവധി ആളുകളാണ് ഈ വേദികളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടതുള്ളത്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ സജ്ജീകരണങ്ങളാണ് അല്ലേ? എല്ലാ വേദികളിലും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു. ഒപ്പം ഈ മത്സരാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും സഹായവും സേവനവുമായി കേരള പോലീസ് മുന്നോട്ട് പോകുന്നു. ഇതുവരെ ഒരു പരാതികളും വന്നിട്ടില്ല എന്നാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നിടത്തുള്ള സജ്ജീകരണങ്ങളൊക്കെ എടുത്തു പറയുന്നത്. കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഓരോ സ്ഥലത്തെയും ക്രമീകരണങ്ങൾ. അത് കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിലാണ്. അതായത് അവരെ കൊണ്ടുവരുന്നത് മുതൽ അവർ ഈ മത്സരം കഴിഞ്ഞ് മടങ്ങി പോകുന്നത് മുതൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം. മനസ്സിലാക്കാം. തീർച്ചയായും. ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള ഒരു പ്രവർത്തനം. മാത്രമല്ല ഇതുവരെയുള്ള മത്സരങ്ങളിൽ അപ്പീലുകളുടെ എണ്ണം കുറവാണ് എന്നതാണ് ഇത്തവണത്തെ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ മത്സരങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നു ഈ അപ്പീലുകൾ കുറയുന്നത് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 10:30 തന്നെ ഒരു ഭൂരിപക്ഷം വേദികളിലും മത്സരങ്ങൾ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തെ ബാധിക്കാത്ത വിധത്തിൽ സമാധാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയായിരിക്കും ഇനിയുള്ള 3 ദിവസവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര. ശരി, മാനസയും അർച്ചനയുമാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ തത്സമയ പ്രേക്ഷകരിലേക്ക് എത്തി.